ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഏട്ടന് നൈറ്റ് ഷിഫ്റ്റാണ്. വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് നോർമലായിട്ടുള്ളൊരു വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ബാല്യകാലത്തെ ചില നല്ല നല്ല ഓർമ്മകൾ ഞാനതിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ അത് മൊത്തം കംപ്ലീറ്റ് എൻ്റെ ചെറുതിലെ കുറച്ച് വിശേഷങ്ങളായാലോ എന്ന്. അപ്പോൾ ഇല്ലേ, ചെറുതിലെ നമ്മുടെ കുറേ എന്താ പറയുക, കുസൃതികളും അതും ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ അപ്പനും അമ്മയൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ല അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതിൽ ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ശാന്തശീലയും സൗമ്യമായിട്ടുള്ള ഒരു പെണ്ണിനെ ആയിരുന്നില്ല. കുരുത്തം കെട്ട സന്തതി എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് തലതെറിച്ചൊരു സന്തതിയായിരുന്നു ഞാൻ. ആര് പറഞ്ഞാലും ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 തിരിച്ച് പറയുക, തർക്കുത്തരം പറയുക, ആര് പറഞ്ഞാലും അനുസരിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ. അതിലുപരി ഞാൻ ഭയങ്കര അഭിനേത്രിയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെക്കാട്ടിലും കൂടുതൽ ഞാൻ ചെറുതിൽ അഭിനയിക്കുമായിരുന്നു. കാരണമില്ലേ, മമ്മിയൊക്കെ വെളുപ്പിന് 4:30 ആകുമ്പോൾ എഴുന്നേക്കുമായിരുന്നു എന്ന്. അപ്പോൾ സാധാരണ എനിക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ആ സമയത്തേക്കാണ് നമുക്ക് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. വല്ലയിടത്തും പുതച്ച് ചുരുണ്ട് കൂടി കിടക്കേണ്ടതിന് പകരം മമ്മി 4:30 എഴുന്നേൽക്കുമ്പോൾ കൂടെ ഞാൻ എഴുന്നേക്കുന്നു. എന്നിട്ട് പഴയ വീടായിരുന്നു കേട്ടോ, ഇപ്പം നമുക്കുള്ള വീടല്ല. അടുക്കളയിൽ ഒരു വലിയ ഇതുണ്ടെന്ന്, എന്താണ്, ടേബിളുണ്ട്. ഞാൻ അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കും. ചെന്നിരുന്നിട്ട് മമ്മിക്ക് ഗ്യാസ് കത്തിക്കാനുള്ളൊരു സമയം കൊടുക്കില്ല. എൻ്റെ അമ്മേനായിട്ടോ ഞാൻ വിളിക്കണേ, ചായ താടി ചായ താടി ചായ താടി, ഈ ഒരു പാട്ടാണെന്നാണ് പറയണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. അതെന്തിനാന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ആ പാട്ട് കേട്ട് ഗതികേട് മൂത്തിട്ട് ഫസ്റ്റ് എനിക്ക് മമ്മി ചായ തരും. ഇത് എന്നും തുടരുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. പക്ഷേ വർഷത്തിൽ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ഈ ഒരു ഗാനമേളയ്ക്ക് ഒരു ശമനമുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞാൻ്റി വരും. എൻ്റെ പപ്പേൻ്റെ ഏറ്റവും ഇളയ അനിയത്തിയുണ്ട്. ആൻറ്റി കല്യാണം കഴിച്ചിരിക്കുന്നത് നായരമ്പലമാണ്, വൈപ്പിൻ സൈഡ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുള്ളതുകൊണ്ട് കുഞ്ഞാൻ്റി വരുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച അങ്ങനെ ഒക്കെ നിൽക്കും, കൂടുതൽ ദിവസം നിൽക്കും. അപ്പോൾ എനിക്ക് 2.5 വയസ്സെന്തോ ഉള്ളപ്പോഴെന്തോ കുഞ്ഞാൻ്റിയുടെ കല്യാണം. അപ്പോൾ അതുവരെ എന്നെയൊക്കെ കുഞ്ഞാൻ്റിയൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇപ്പം ലോറയ്ക്കൊക്കെ ജുഗ്ലു, എൻ്റെ ചേട്ടൻ്റെ 2 പിള്ളേർ, അവർക്ക് എന്നോടൊക്കെയുള്ള, അല്ലെങ്കിൽ എനിക്ക് അവരോടുള്ളൊരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതായിരുന്നു എനിക്ക് കുഞ്ഞാൻ്റിക്ക് എന്നോടും ഉള്ളത്. അപ്പോൾ കുഞ്ഞാൻ്റിയുടെ മുന്നിൽ ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. അപ്പോൾ കുഞ്ഞാൻ്റി വരണ ദിവസങ്ങളിൽ ഒരാഴ്ച മാത്രം ഞാൻ ഈ ഒരു പരിപാടിയും ചെയ്യൂല. 4:30 മമ്മിയുടെ കൂടെ എഴുന്നേറ്റാലും ആ ഒരു ടേബിളിൻ്റെ മേലെ വളരെ നല്ല കുട്ടിയായിട്ട് വളരെ സൗമ്യമായിട്ട് ഞാനിരിക്കും. അപ്പോൾ പക്ഷേ എൻ്റെ മമ്മിയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞാൻ്റെ അടുത്ത് പറയും, എടി ഇവിടെ ഇതുപോലെയൊന്നും അല്ലട്ടാ, രാവിലെ 4:30 എഴുന്നേറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. പക്ഷെ കുഞ്ഞാൻ്റിക്ക് വിശ്വാസം വരില്ല. കാരണം അന്നൊക്കെ കുഞ്ഞാൻ്റെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര ശാന്തശീലയായിരിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അന്നേ ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മിടുക്കിയായിരുന്നു. മറ്റേ സിനിമയിൽ സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ടെന്നൊക്കെ പറയണ പോലെ എന്നെ അന്ന് സിനിമയിൽ എടുത്തതിനെ ആരാ അഭിനയം കണ്ടിരുന്നെങ്കിൽ. പക്ഷെ എന്തോ എനിക്കിഷ്ടമല്ല അന്ന് എന്നെ സിനിമ നടി എന്ന് വിളിക്കണത്. അപ്പോൾ ഒന്നാമത്തത് അങ്ങനെ ഞാൻ ഭയങ്കര നടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആശാത്തിയുടെ അടുത്ത് പോയിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1, 2 അല്ലെങ്കിൽ ഒരാഴ്ചയായിരിക്കും ഞാൻ ആശാത്തിയുടെ അടുത്ത് പോയിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ പോവില്ല, ഭയങ്കര കരച്ചിലും ബഹളമാണ് കേട്ടോ. എന്നിട്ട് മമ്മി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നീ ആശാത്തിയുടെ അടുത്ത് പോവാത്തെ, അവിടെ എന്താ പ്രശ്നം, ആരെങ്കിലും അങ്ങനെ അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മമ്മീനെ വിളിച്ച് വീടിൻ്റെ ബാക്ക് സൈഡിൽ പോയി. നമുക്ക് പഴയ വീടാണ്, ഒരു തിണ്ണയൊക്കെ ഉണ്ട് ബാക്കിൽ. അവിടെ കൊണ്ട് മമ്മീനെ ഇരുത്തിയിട്ട് നമുക്ക് കുറേ മണൽ വാരി ആ ഒരു തിണ്ണയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിതറി. എന്നിട്ട് അന്നൊക്കെ മണലിലായിരുന്നു എന്നെ ആയിയൊക്കെ മണലിലായിട്ട് എഴുതിപ്പിച്ച്. എന്നിട്ട് മമ്മിയുടെ മറ്റേ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല അമർത്തി അങ്ങനെ എഴുതിപ്പിച്ചു എന്ന്. എന്നിട്ട് മമ്മിയുടെ അടുത്ത് ചോദിച്ചു, വേദന എടുക്കണ്ടോ? അപ്പോൾ മമ്മി അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ടല്ലേ, ഇതുകൊണ്ടാണ് ഞാൻ പോവാത്തേന്ന് പറഞ്ഞത്. അതോടുകൂടി ആശാത്തിയുടെ അടുത്ത് പോക്കിൽ നിന്ന്. അതുകൊണ്ട് എന്തായി, എൻ്റെ പൊന്നി, ഞാൻ കൊണ്ട് അടിക്കൊന്നും കണക്കില്ല. 4ാം ക്ലാസ് വരെ ഞാൻ എടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിജ്ഞാനപീഠം സ്കൂളിലാട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മലയാളം
മാതൃഭാഷയാണെങ്കിലും അന്നൊന്നും എനിക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. ആശാത്തിയുടെ അടുത്ത് പോയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ മമ്മി ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്, രാത്രി കഴിക്കാനുള്ള ഞാൻ 3:30 അല്ലേ, 3 മണി 3:30 എന്തുവാണ് ഞാൻ സ്കൂളിലിട്ട് വരാം. ആ സമയം ആകുമ്പോഴത്തേക്കും മമ്മി രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം, ചായക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് കുളിച്ച് കുട്ടപ്പേയിട്ടിരിക്കണ്ടാവും. എന്തിനാണെന്നറിയോ? എൻ്റെ ചന്തക്കിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മലയാളത്തിൻ്റെ പുസ്തകം എടുക്കും, അല്ല വന്ന് എന്നെ കുളിപ്പിച്ച് എനിക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് ഇരുത്തും. എന്നിട്ട് മലയാളം പഠിപ്പിക്കാം. എൻ്റെ പൊന്നി എത്രയാണെന്നറിയോ, 4ാം ക്ലാസ് വരെ ഞാൻ അടികൊണ്ടിരിക്കണേ മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട്. അറഞ്ചും പുറഞ്ചും എന്നെ തല്ലുമായിരുന്നു. കാരണം അത്ര സൂപ്പറായിട്ടാണ് ഞാൻ മലയാളം എഴുതുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തായി, ഇപ്പം ഞാൻ വളരെ സ്ഫുടമായും സൗമ്യമായി മലയാളം സംസാരിക്കുന്നുണ്ട്. ഞാൻ +2 ഡിഗ്രിക്കൊക്കെ ഞാൻ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജായിട്ട് എടുത്തത് മലയാളമായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സോട് കൂടെ ഞാൻ ഹിന്ദി വിട്ടു. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ മലയാളത്തിന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതിയിട്ട് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു അടിയുടെ ഗുണമായിരിക്കും. ഞാൻ മലയാളത്തിൽ പിന്നെ ഭയങ്കര പുലിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ എന്താ പറയുക, ഞാൻ വിഷമൊക്കെ എടുത്ത് കഴിക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ പഴയ വീട്ടിൽ ഇങ്ങനെ നമുക്ക് പണ്ട് കൃഷിയൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇങ്ങനെ എന്തിനോ മരുന്നടിക്കണ എന്തോ ചെറിയൊരു ഡെപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ കാണാനില്ല. മമ്മി കുറേ നേരമായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീടിന് ചുറ്റും, വീടിൻ്റെ അകത്തും പറമ്പിലും എല്ലായിടത്തും പോയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ വിളി കേൾക്കണില്ല. ഏറ്റവും ലാസ്റ്റ് എപ്പോഴോ ഞാൻ കേട്ടെന്ന് തോന്നുന്നത്, ഞാൻ വിളി കേട്ടു. മമ്മി ഓടി വന്നപ്പോഴത്തേക്കും ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് എന്തോ മരുന്നിൻ്റെ കുപ്പി വായിലേക്ക് വെക്കാൻ പോണു. ഒരു മിനിറ്റ് എങ്ങാനും മമ്മി വരാൻ വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കില്ല, തട്ടിപ്പോയിട്ടുണ്ടാവും. ആര് ചെയ്ത പുണ്യാണാവോ. ചത്തുപോയില്ല, അത് ഞാൻ കുടിച്ചില്ല. പിന്നെ അഭിനേത്രി മാത്രമായിരുന്നില്ല, ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു. പാട്ട്, ഡാൻസ് അതൊക്കെ എൻ്റെ ബ്ലഡിൽ അലിഞ്ഞിറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മമ്മിയുടെ വീട് കുത്തിയതോടാണ്. അപ്പോൾ അവിടെ മമ്മിയാണ് അവിടെ ഏറ്റവും ഇളയത്. അതുകൊണ്ട് തന്നെ കസിൻസിൽ ഏറ്റവും ഇളയത് ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളിങ്ങനെ വെക്കേഷനൊക്കെ നിൽക്കൂലേ. അപ്പോൾ നമ്മുടെ മമ്മിയുടെ വീടിൻ്റെ നേരെ വീട്ടിൽ ഒരു ഫാമിലി ഉണ്ട്. അവർക്ക് കുട്ടികളില്ലാന്ന് തോന്നുന്നു, ഇപ്പോഴും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആ ആൻറ്റിക്കും അങ്കിളിനൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ പോയി നിന്നുകൊണ്ട് ഞാനിങ്ങനെ നടുവിൽ നിന്നിട്ട് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ഇരിക്കും. അവർ മാത്രമല്ല, ഒരു ചെറിയൊരു അങ്ങാടിയാണ്, അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇങ്ങനെ 4 അങ്ങാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരങ്ങാടിയിലാണ് മമ്മിയുടെ വീട് വരിക. ആ അങ്ങാടിയിലുള്ള കുറേ ആൾക്കാർ അവിടെ കൂടും. നടുവിൽ ഞാൻ നിന്നിട്ട് എന്താ പറയുക, വലിയ സൂപ്പർ സ്റ്റാറിനെ പോലെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയിരുന്നു, അങ്ങനെ ഭയങ്കര കലാകാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും എന്നെ കളിയാക്കും. ഏട്ടനിവിടെ ഗൾഫിലാണല്ലോ ജോലി. അപ്പോൾ ഞാൻ അന്ന് സ്ഥിരമായിട്ട് ഞാൻ പാട്ട് പാടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നൊരു പാട്ടുണ്ടായിരുന്നു. എൻ്റെ സാരി കണ്ടോ, എൻ്റെ മാല കണ്ടോ, എൻ്റെ കമ്മൽ കണ്ടോ, എൻ്റെ ഭർത്താവ് ഗൾഫിലല്ലേന്ന്. അപ്പോൾ അവിടെ എൽസി ആൻറ്റി ഉണ്ട്, മമ്മിയുടെ ചേട്ടൻ്റെ ഭാര്യ. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്നും കൂടെ ആൻറ്റി പറയുമായിരുന്നു, നീ ചെറുതിലെ അതിങ്ങനെ പാടി പാടി റിപ്പീറ്റ് ചെയ്ത് നിനക്ക് കിട്ടിയത് ഗൾഫുകാരനായിട്ടുള്ള പയ്യനാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ ഭയങ്കര സകല കലാവല്ലഭിയായിരുന്നു എന്നുള്ളത്. പിന്നെ ചെറുതിൽ എനിക്ക് ആണുങ്ങളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. പപ്പ പുറത്തായിരുന്നു, അപ്പോൾ മമ്മിയല്ലേ ഉള്ളത്. അപ്പം ഇങ്ങനെ മമ്മി പറയുമായിരുന്നു, പള്ളിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴേ എല്ലാവരും ഫ്രണ്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം ബാക്കിലോട്ട് നോക്കും. എന്താണെന്ന് അറിയും, ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് ആണുങ്ങളുടെ സൈഡിലോട്ടായിരിക്കും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഫ്രണ്ടിലോട്ട് തിരിയൂലാന്ന്, ആണുങ്ങളുടെ സൈഡിലോട്ടേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അത് വേറൊന്നും ആയിരിക്കില്ല, എനിക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ റീസൺ. ഞാൻ ഊഹിച്ചതാണ്, പപ്പ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഇതിൽ ഞാൻ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു എൻ്റെ ഒരു ജീവിതം. അപ്പോൾ അതേ നമ്മളുടെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളതേ ഉറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ പറയാം.